കൃണാൽ പാണ്ഡ്യയുടെ ജീവിതം ഒരു ചലച്ചിത്രത്തിന് സമാനമാണ്. അതിജീവനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒടുവിൽ എല്ലാ തണലുകളിൽ നിന്നും പുറത്തു കടന്ന് സ്വന്തം വ്യക്തിത്വം തെളിയിച്ച അവിശ്വസനീയമായ കഥ. ഗുജറാത്തിലെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലായിരുന്നു കൃണാൽ പാണ്ഡ്യ ജനിച്ചത്. അവരുടെ അച്ഛൻ ഹിമാൻഷു പാണ്ഡ്യ മക്കളുടെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് വേണ്ടി തൻ്റെ കാർ ഫിനാൻസ് ബിസിനസ് മുഴുവനായി ഉപേക്ഷിച്ച് സൂറത്തിൽ നിന്നും വഡോദരയിലേക്ക് താമസം മാറ്റി. പഴയ കിറ്റുകൾ കടം വാങ്ങിയും പലപ്പോഴും ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് മാത്രം കഴിച്ച് വിശപ്പടക്കിയും ലോക്കൽ ബസ്സുകളിൽ യാത്ര ചെയ്തും അവർ പരിശീലനത്തിൽ പോയിരുന്ന ആ കാലം ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റിലെ വിങ്ങുന്ന ഓർമ്മ തന്നെയാണ്. തൻ്റെ അനുജൻ ഹാർദിക് പാണ്ഡ്യയുടെ വളർച്ചയിൽ കൃണാൽ പാണ്ഡ്യ എന്നും വലിയൊരു കരുത്തായിരുന്നു. എന്നാൽ ഹാർദിക് പാണ്ഡ്യ അതിവേഗം സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നപ്പോൾ പലപ്പോഴും കൃണാൽ പാണ്ഡ്യ ഹാർദിക്കിൻ്റെ സഹോദരൻ എന്ന ലേബലിൽ മാത്രം അറിയപ്പെട്ടു. മറ്റൊരാളുടെ തണലിൽ നിൽക്കുക എന്നത് ഒരു കായിക താരത്തിന് എത്രത്തോളം മാനസികമായ ഭാരമാണെന്ന് പിന്നീട് കൃണാൽ പാണ്ഡ്യ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തളരാതെ തൻ്റെതായ ഇടം കണ്ടെത്താൻ അദ്ദേഹം കഠിനമായി തന്നെ ശ്രമിച്ചു. കൃണാൽ പാണ്ഡ്യയുടെ കരിയർ ഒരിക്കലും എളുപ്പമുള്ളൊരു യാത്രയായിരുന്നില്ല. 2015-2016 സീസണിൽ തോളിലേറ്റ പരിക്കിന് ശേഷം വീണ്ടും രഞ്ജി ട്രോഫിക്ക് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് പേശികൾക്ക് പരിക്കേറ്റത് മാസങ്ങളോളം താരത്തെ ബുദ്ധിമുട്ടിലാക്കി. ആ വിശ്രമ നാളുകളിൽ ചികിത്സയ്ക്കിടെ 21 ദിവസത്തോളം മറ്റൊരാളുടെ സഹായത്തോടെ നടക്കേണ്ടി വന്ന ആ കാലം അദ്ദേഹത്തെ തളർത്തിയില്ല. തിരിച്ചുവരവിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസും ഏറ്റവും കൂടുതൽ വിക്കറ്റും നേടി അദ്ദേഹം ശരിക്കും ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു. 2026 IPL സീസണിൽ കൃണാൽ പാണ്ഡ്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കാലഘട്ടമായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കുപ്പായത്തിൽ അദ്ദേഹം ടീമിൻ്റെ വിജയങ്ങളിൽ അതിനിർണായകമായ സാന്നിധ്യമായി. മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ 73 റൺസ് നേടി RCBയെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിക്കുന്നതിൽ അദ്ദേഹം അതിനിർണായകമായ പങ്ക് വഹിച്ചു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ IPL 2026 ഫൈനലിൽ ജോസ് ബട്ട്ലറെ പുറത്താക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ഗെയിം അവയർനെസ് ക്രിക്കറ്റ് ലോകം മുഴുവൻ വാഴ്ത്തി. ബട്ട്ലറിൻ്റെ കാലടികൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് വൈഡ് യോർക്കർ എറിഞ്ഞ ആ തന്ത്രം സച്ചിൻ ടെണ്ടുൽക്കർ പോലും പിന്നീട് പ്രശംസിക്കുകയുണ്ടായി. സീസണിൽ 16 മത്സരങ്ങളിൽ നിന്ന് 425 റൺസും 14 വിക്കറ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. RCBക്ക് തുടർച്ചയായ 2ാം തവണയും IPL കിരീടം നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹം അതിനിർണായകമായ പങ്കുവഹിച്ചു. ഇന്ന് പത്നി പാൻകുരി ശർമ്മയും മക്കളായ കവീർ, വായു എന്നിവരും അടങ്ങുന്ന സന്തോഷകരമായ കുടുംബജീവിതത്തിനിടയിലും തൻ്റെ ക്രിക്കറ്റ് പാഷൻ ഒട്ടും കുറയാതെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ തുടർച്ചയായ 2ാം കിരീട വിജയത്തിൽ അദ്ദേഹം അതിനിർണായകമായ പങ്കുവഹിച്ചു. മധ്യനിരയിലെ അവിഭാജ്യ ഘടകമായി അദ്ദേഹം ഈ 2 സീസണുകളിലും മാറുന്ന കാഴ്ചയും നാം കാണാൻ സാധിച്ചു. ഹാർദിക്കിൻ്റെ തണലിൽ നിന്ന് തുടങ്ങി ഇന്ന് സ്വന്തം പേരിൽ ചരിത്രമെഴുതിയ കൃണാലിൻ്റെ യാത്ര ഓരോ കായിക താരത്തിനും ശരിക്കും പ്രചോദനമാണ്.